ഹലോ ഗായ്സ്, ഇപ്പോൾ സമയം 2 മണി ആയിട്ടുണ്ട്. പുലർച്ചെ 2 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നാണ് ഞാൻ നാട്ടിലോട്ട് പോകുന്ന ദിവസം. ആക്ച്വലി ഈ വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. പക്ഷേ ഇപ്പോഴാണ് ഒരു സമയം കിട്ടിയത് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഔട്ടിങ്ങിന്, അതായത് നാട്ടിലോട്ട് പോകാനുള്ള ഔട്ടിങ് ചെയ്തപ്പോഴും വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിതുവരെ പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ അത് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം പുലർച്ചെ 2 മണിയായിട്ടുണ്ട്. എല്ലാവരും ഉറങ്ങാണ്. ഞങ്ങൾക്ക് പുലർച്ചെ 4 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. അതായത് ഇപ്പം 4 മണിയാകുമ്പോൾ ഇറങ്ങണം. അപ്പോൾ ഞാൻ മെയിൻ ഇൻട്രോ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്രാവശ്യത്തെ വരവ് എൻ്റെ വീട്ടുകാർക്ക് അറിയില്ല. അതൊരു സർപ്രൈസായിട്ടാണ് വെച്ചേക്കുന്നത്. കാരണം ഒരു 7-8 മാസമായി ഞാൻ പോയിട്ട് നാട്ടിലോട്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നീ ഇത് അംബാനി നോക്കൂ. സോന ബൈ ഗായ്സ്. അപ്പം ഞങ്ങൾ പുലർച്ചെ 4:30 ഇറങ്ങി അവസാനം റെയിൽവേ സ്റ്റേഷനിലെത്തി. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്, നാട്ടിലോട്ട് പോകുന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. അന്നല്ല ആ പറയ്, പോവാന്ന് പറ. ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ? ഇന്നത്തോടെ അവന്റെ ശല്യം അങ്ങ് തീരുമെന്ന് വിചാരിച്ചാ. ഇവനേക്കാളും വാ പറ. നിക്ക് അവിടുത്തെ ഡിസ്ക്രിപ്ഷൻ കേൾക്കട്ടെ. ആ പറ. അയ്യോ, ബംഗ്ലാവെന്ന് പറഞ്ഞപ്പോ ഇത്ര വിജൃംഭിച്ചതായിരിക്കും ഒരിക്കലും വിചാരിച്ചില്ല. വിജൃംഭിച്ചത് അങ്ങനെ 1.5 മണിക്കൂറിന് ശേഷം ട്രെയിൻ ഡിലേ ആയിരുന്നു. അപ്പോൾ 1.5 മണിക്കൂറിന് ശേഷമാണ് ട്രെയിൻ എത്തിയത്. സോ ട്രെയിനിലെത്തി. ഞങ്ങൾ രാവിലെ അങ്ങനെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല വിശപ്പായിരുന്നു. പിന്നെ ഞങ്ങൾ സീറ്റൊക്കെ, ഞങ്ങളുടെ എല്ലാവരുടെയും സീറ്റ് കൺഫേം ആയിരുന്നു. ഉച്ചയ്ക്ക് ഫുഡ് എടുത്ത് നോക്കിയപ്പോഴാണ് ഫുഡ് എല്ലാം നശിച്ച് പോയിട്ടുണ്ടായിരുന്നു. മീൻസ് ഫുള്ളൊരു ഒട്ടണ ഫീലൊക്കെ ആയിരുന്നു ഫുഡ്. പിന്നെ സ്മെല്ലും ഒരു ഇതുണ്ടായിരുന്നില്ല. പിന്നെ കുർണൂൽ സിറ്റി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങി ജസ്റ്റ് ഒരു ജ്യൂസ് മേടിച്ച് കുടിച്ചിട്ടാണ് ആ ഉച്ചത്തെ വിശപ്പ് അടക്കിയത്. എന്നാലും നല്ല വിശപ്പായിരുന്നു. അപ്പോൾ രാത്രി ഞങ്ങൾ ഓർഡർ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ഇപ്പോൾ ഓർഡർ ചെയ്യാനുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ വൈകുന്നേരം ഞാൻ സൊമാറ്റോന്ന് ഒരു ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. ഫുഡ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ അത്രയും നേരം കഴിക്കാതിരുന്നത് കൊണ്ട് ഈ ഫുഡും എനിക്ക് കഴിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനം ഫുഡ് ബാക്കി വന്നപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുക്കുകയാണ് ചെയ്തത് ഗൈസ്. ഫൈനലി ഞങ്ങൾ പാലക്കാട് എത്താറായി. അപ്പോൾ ഞങ്ങളെല്ലാം പെട്ടിയൊക്കെ എടുത്ത് വയ്ക്കുന്ന ഒരു തിരക്കിലായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ വീഡിയോ എടുത്തത്. അങ്ങനെ അവസാനം പാലക്കാട് എത്തി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. കാരണം ഒന്നും മര്യാദയ്ക്ക് കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പായിരുന്നു. അപ്പോഴേക്കും എല്ലാവരും ഓരോരുത്തരുടെ വീട്ടിലേക്ക് വിളിച്ചു തുടങ്ങി. ഇങ്ങനെ പാലക്കാട് എത്തിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പാലക്കാട് നിന്ന് ഒരു ട്രെയിൻ പിടിക്കണം. പാലക്കാട് ജംഗ്ഷനിൽ കുറേ നേരമായി ഗൈസ് വെയിറ്റ് ചെയ്യുന്നു. ട്രെയിൻ വന്നിട്ടില്ല. ഗൈസ്, ഞങ്ങൾ മെമോ ട്രെയിനിൽ കയറി. അമ്പാൻ, ഹായ് ജോഷി. കുറേ ആൾക്കാർക്ക് ഇരിക്കാം ഗൈസ്. അവൾക്ക് ഓടി നടക്കാൻ സ്ഥലമുണ്ട്. ഇപ്പോൾ സമയം 6:45. ഇവിടെ നിന്ന് എപ്പോഴാണ് ട്രെയിൻ എടുക്കണേന്ന് അറിയില്ല. എടുക്കുമ്പോൾ പോവും. അങ്ങനത്തെ ഒരവസ്ഥയാണിപ്പോൾ. ഇനി ഇവിടെ നിന്ന് നേരെ നമ്മുടെ അരീന ജോഷിയുടെ വീട്ടിലേക്ക്, അവിടെ നിന്ന് നേരെ എൻ്റെ വീട്ടിലോട്ട് സർപ്രൈസ് കൊടുക്കാൻ പോകാം ഗൈസ്. പാലക്കാട് സ്റ്റേഷനെത്തി. ഞാൻ ആദ്യമായിട്ട് പഴംപൊരി മേടിച്ചു. കുറേ നാൾക്ക് ശേഷം, 8 മാസത്തിന് ശേഷമാണ് ഗൈസ് പഴംപൊരി കഴിക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷം മുഖത്ത് കാണാനുണ്ട്. വിശന്നിട്ട് പാടുണ്ടായിരുന്നില്ല. എന്തായാലും 7:30 ട്രെയിൻ എടുക്കുള്ളൂ. അപ്പം ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പം ഞാൻ പഴംപൊരി കഴിച്ചു. നിത ചായ കുടിക്കുന്നു.
അല്ലേ ഇന്നത്? യെസ്. ഞാനങ്ങനെ ഫൈനലി അലീന ജോഷിയുടെ വീട്ടിലെത്തി. ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ഫ്രണ്ട് പിക്ക് ചെയ്യാൻ വരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അവിടെ നിന്ന് നേരെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നു. അവിടെ സർപ്രൈസ് കൊടുക്കുന്നു. പപ്പയുടെ അടുത്തേക്ക് വരുന്നു. പിള്ളേർ വീട്ടിലുണ്ടോ എന്നറിയില്ല, അനിയന്മാരുണ്ടോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ അവിടെയും പോയിട്ട് സർപ്രൈസ് കൊടുക്കുന്നു. പിന്നെ അമ്മാമ്മ പപ്പനൊക്കെ കാണുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആണ് ആക്ച്വലി. എങ്ങനെയാവും റിയാക്ഷൻ എന്നറിയില്ല. എന്തായാലും നോക്കാം. ഗൈസ്, ഞങ്ങൾ മമ്മീനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ ടെൻഷനായിട്ട് ഭയങ്കര பூவே அஞ்சு வண்ண பூவே உள்ளிருந்து பேசும் ஒத்த குரல் போதும். பிஞ்சு விரல் எங்க கொஞ்சம் குரல் எங்க அஞ்சுகமே கண்ணே அஞ்சுகமே கண்ணே. അമ്മയ്ക്ക് എന്താ പറയുക സർപ്രൈസ് കൊടുത്തത് വീഡിയോ കിട്ടിയില്ലേ വയസ്സ്, ചെറിയൊരു പ്രശ്നം പരിപാടി. സോ നമ്മൾ അടുത്ത ആളെ സർപ്രൈസ് ചെയ്യാൻ പോണു പപ്പേനെ. അപ്പാപ്പനുണ്ട് ഗൈസ്. അപ്പാപ്പന് മിക്കത് അറ്റാക്ക് വരും. എന്നെ മുളകയ കണ്ടു കണ്ടു നമ്മളെ പിന്നെ ഇപ്പോ വാത്സല്യ തിരയിളകും ഈ സ്നേഹക്കടലിലെന്നും ചിപ്പി വിളയുമല്ലോ കരുണതൻ മുത്തുപൊഴിയുമല്ലോ. ഗുഡ് ക്വസ്റ്റ്യൻ. ഉണ്ടോ അവിടെ? ചേച്ചിയുടെ കണ്ണില്ല ഞാനാ. എന്താ ഇവർക്ക് റിയാക്ഷൻ ഒന്നും ഇല്ലല്ലോ. എന്തെങ്കിലും ഒരു റിയാക്ഷൻ ഇടാ. സർപ്രൈസ് ചേച്ചി പറ്റിച്ചതാടാ നിങ്ങളെ. പപ്പ എവിടെയാടാ? പപ്പേ പെട്ടെന്ന് മുന്നറിയിപ്പില്ലുണ്ട്. സർപ്രൈസ് വിശ്വസിച്ചില്ലേ? കരയണോ? ഞാൻ കുറച്ചു നേരം എത്തിയിട്ട് അമ്മനോട് ചോക്കില് സർപ്രൈസ് തരാനുള്ള പരിപാടിയാണോ? അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെത്തി. എല്ലാവരെയും ഭയങ്കര കാര്യമായിട്ട് സർപ്രൈസൊക്കെ ചെയ്യിപ്പിച്ചു. നല്ല രസമായിരുന്നു. അമ്മയൊക്കെ നല്ലപോലെ കരഞ്ഞു. പപ്പയും ഏകദേശം അതേപോലെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അപ്പനും മാമ അവരെല്ലാവരും സർപ്രൈസ് ചെയ്യിപ്പിച്ചു. അനിയന്മാർക്ക് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും ഉണ്ടായില്ല, ചെറുതുകളല്ലേ, അതുകൊണ്ട്. അങ്ങനെ ഇപ്പോൾ വീട്ടിലെത്തിയപ്പോൾ പിറ്റേ ദിവസമാണ്. ഇപ്പോൾ ഇന്നലെ എത്തി, ഇന്ന് സൺഡേ ആണ്. അപ്പം ഞാനിപ്പം എൻ്റെ ലീവ് കഴിഞ്ഞ് തിരിച്ച് ഹോസ്റ്റലിൽ എത്തിയിട്ടാണ് ഈ വീഡിയോ ഞാനിപ്പം വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തി. ഇനിയും ഞാൻ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് കോൺസ്റ്റൻ്റായിട്ട് വീഡിയോ ഇട്ടാന്നുണ്ട്, നടക്കുമെന്നറിയില്ല. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.